എനിക്ക് 100 രൂപ ജോലിയുള്ളൂ. എനിക്കിന്ന് ദേവാലയത്തിൽ വെളിയുള്ളൂ. ഓ പിന്നെ നിങ്ങൾ പ്രാർത്ഥനയല്ലേ? ഇത്രയൊക്കെ കാശുണ്ടായിട്ടും മതിയായില്ലേ? സഹോദരങ്ങളെ, നിങ്ങളെ ഇതാണ് വിളിച്ചതെന്ന് പറയാം. എന്തിനാ? പണം വിധിക്കാനാണോ? തനിക്ക് ഇപ്പോഴും ആ പണം എന്നുള്ളൊരു ചിന്തയുള്ളൂ. അതിനൊന്നുമല്ല. മേരി എന്ന ആ ദാസ്യ പെൺകുട്ടി ഗർഭിണിയാണ്. ഒരു ദിവ്യ ഗർഭമാണെന്നാണ് അവൾ അവകാശപ്പെടുന്നത്. പുരോഹിത, ഇത് ഏത് മേരിയുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? ആ യോവാക്കിന്റെ മകൾ. അതിന് അവളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലല്ലോ. ജോസഫുമായിട്ട് പറഞ്ഞു ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ. ഇത് പറയാനുള്ള നിങ്ങളോട് പഠിപ്പിച്ചത് ഞാനൊരു 100 പണി മാറ്റി വെച്ചിട്ടാണ് നിങ്ങളോട് പറഞ്ഞത്. എന്ത് പണി? റോമൻ പട്ടാളത്തിന്റെ കൂടെ കൂടി ജനങ്ങളെ വെക്കുന്നതല്ലേ പണി? വെറുതെ വഴക്കുണ്ടാക്കാതെ നിങ്ങളെല്ലാം എന്ത് പറയുന്നു? എനിക്ക് വല്ലാത്ത ഒരു ഉൾഭയമാണ്. ഇതിപ്പോൾ എന്ത് പറയാനിരിക്കുന്നു? ഇത് നാട്ടിൽ സ്ഥിരം സംഭവിക്കുന്ന സംഭവമല്ല. ദാസ്യ പെൺകുട്ടി ഗർഭം ധരിക്കുന്നു, ദിവ്യഗർഭമാണെന്ന് പറയുന്നു, കുറച്ചു കഴിയുമ്പോൾ ആ കുട്ടി മരിക്കുന്നു, പിന്നെ അടിച്ചത്. ഇതിലെല്ലാം നമുക്ക് തലയിടാൻ സമയമുണ്ട്. ഈ പറഞ്ഞത് വാസ്തവം. ഇതിനുവേണ്ടി കളയാൻ എനിക്ക് സമയമില്ല. അന്നൊന്നും ഞാൻ നിങ്ങളെ വിളിപ്പിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ? ഇത് പഴയതുപോലല്ല. ഞാൻ ഇന്നലെ വല്ലാത്തൊരു സ്വപ്നം കണ്ടു. കിഴക്കൊരു നക്ഷത്രം ഉദിച്ചിരിക്കുന്നു. ആ ദാസ്യ പെൺകുട്ടിയുടെ മുഖം ഞാൻ കണ്ടു. ഒരു ദൂതൻ സ്വപ്നത്തിൽ വന്ന് പറയുന്നു, ദൈവപുത്രൻ ഭൂമിയിൽ ജാതനാകാൻ പോകുന്നു. നിങ്ങൾ കാത്തിരിക്കുന്ന നിശ്ചയമാണ്. അതോ പ്രായം കൂടുതലുണ്ട് താങ്കൾക്ക് ഓരോന്ന് തോന്നുന്നതാണ്? ഓ പിന്നെ ദിവ്യഗർഭം ആ പെണ്ണിൽ നല്ല ബാധ കഴിയുമ്പോൾ പ്രാർത്ഥന. ഒരുപക്ഷെ അവർക്ക് തെറ്റുപറ്റിയതാകാം. ഒരു കാര്യം മറക്കരുത്, അത്ഭുതങ്ങൾ കൊണ്ട് പണം ഉണ്ടാക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. സ്തോത്രകാഴ്ച മാത്രമായിട്ട് എന്തുമാത്രം പണം പെട്ടിയിൽ നിന്ന് വീഴും. പിന്നെ വിഗ്രഹം വിൽക്കാം. അങ്ങനെ ഒരു മഹാസാഗരം പോലെ കിടക്കുന്നു പണം ഉണ്ടാക്കാനുള്ള വഴി. നീ ദൈവകോപം വാങ്ങിച്ചു വെച്ചേട്ടല്ലേ? ഇത് പണവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് വിശ്വാസവും പ്രവചനങ്ങളുടെ നിവർത്തിയുമാണ്. പല പ്രവചനങ്ങളും നിശ്ചയം വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ഇത് അതുവല്ലതുമാണോ? ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്ന വിഷയമാണ്. എടുത്തു ചാടിയാൽ കൈകൊള്ളു. റോമിൽ അറിയാൻ എന്താ സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സങ്കല്പമുണ്ടോ? അത് ശരിയാണ്. ഇത് റോം പറഞ്ഞാൽ അവർ എല്ലാ ജൂതകുഞ്ഞുങ്ങളെയും കൊല്ലും. നമുക്കൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന കാര്യം മറക്കരുത്. യഹൂദ ജനങ്ങളെ വഴികാട്ടേണ്ടത് നമ്മുടെ കടമ കൂടിയാണ്. ഇത് അതൊന്നുമല്ല. ഇത് യഹൂദന്മാരുടെ രാജാവാണ്. എനിക്ക് ഉറപ്പാണ്. ഇത് യഹോവയുടെ വാഗ്ദത്തമാണ്. ഞാൻ സ്വപ്നത്തിൽ ആ കുട്ടിയെ കണ്ടതാണ്. യഹോവയുടെ ദൂതൻ അവളുടെ ഇരുവശത്തും കാവൽ നിൽക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടു. റോം നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഇതെല്ലാം കേട്ടിട്ട് ഇത് പ്രവചനങ്ങൾ നിവൃത്തിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൾ ബേത്ലഹേമിൽ നിന്നുള്ള ദാവീദിന്റെ ഗോത്രക്കാരിയാണ്. പിന്നെ കന്യക ഗർഭം ധരിക്കുന്നു. ആ കുട്ടിയെ എനിക്കറിയാം. അവൾ തെറ്റ് ചെയ്യില്ല. ഇത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ്. കള്ളപ്രവാചകന്മാർ കലാപങ്ങളും നാശനഷ്ടങ്ങളും മാത്രമേ കൊണ്ടുവരികയുള്ളൂ. എനിക്ക് റോമുമായുള്ള സമാധാനം ഇഷ്ടമാണ്. പക്ഷേ ദൈവകോപം അതിലും വലുതാണ്. ഞാൻ അവിടെ നിന്ന് പോയി കാണട്ടെ. ഇത് വിപ്ലവത്തിനുള്ള ഉത്തമമായ കാരണമാണ്. റോം സഹിക്കേണ്ടത് തലപോകുന്ന പണിയായിരുന്നു. ഒരു കാര്യം പറഞ്ഞു, ഒരുപാട് മനുഷ്യന്മാർ വന്നു പോയതാണ്. ഒരാളുടെയെങ്കിലും പേര് ഓർമ്മയുണ്ട്. പക്ഷെ ഇത് ശരിക്കും മെസ്സിയാണെങ്കിലോ? അപ്പോൾ നിങ്ങൾ വിശ്വസിക്കില്ലേ? ഒരു വെച്ചാ പുരോഹിത, നമുക്ക് അവരെ ഒന്ന് പോയി കാണാം. അതെ, ഇത് മഷിക തന്നെയാണ്. യഹോവയുടെ ആത്മാവിനോട് സംസാരിക്കുന്നത്. ഇത് നമ്മൾ ആഗ്രഹിച്ച യഹൂദരുടെ രാജാവ് തന്നെയാണ്. വരൂ, നമുക്ക് അവിടെ വരെ പോകാം. ഓ, എനിക്ക് കുറച്ച് പണിയുണ്ട്. നിങ്ങൾ പോയിക്കോളൂ. എനിക്കിതിൽ വിശ്വാസമില്ല. നഷ്ടപ്പെടാനാണെങ്കിൽ ഒരുപാടുണ്ട്. നിങ്ങൾ പോയിക്കോളൂ. ഞാനും വരുന്നില്ല. വെറുതെ കളയാൻ എനിക്ക് വയ്യ. പോയിട്ടുള്ള